ഹായ്. കൗൺസിലിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ് ലിസണിങ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് ആണെങ്കിൽ അതിൽ ലഭിക്കുന്ന ഒരു ലിസണിങ് എന്ന് പറഞ്ഞാൽ വളരെ നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ലിസണിങ് ആയിരിക്കും. അതുപോലെ തന്നെ എംപത്തറ്റിക് ലിസണിങ് ആയിരിക്കും. അതായത് ഒരു ഹീലിംഗ്, അതായത് പ്രൈമറിലി ഒരു ഡിസ്ട്രസ്സിലായിരിക്കുന്ന, പ്രശ്നത്തിലായിരിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും പ്രൈമറിലി ആദ്യം ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ കിട്ടേണ്ടത് എംപത്തറ്റിക് ലിസണിങ് ആണ്. അതിലാണ് ഹീലിംഗ് നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ലിസണിങ് ആണ് കോംപ്രഹെൻസീവ് ലിസണിങ്. ഈ കോംപ്രഹെൻസീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്ട്രസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ആ വ്യക്തി ഒരു പ്രശ്നത്തിലാണ്, അപ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് പഠിക്കുക. അതായത് ഈ പ്രശ്നത്തിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് കോംപ്രഹെൻസീവ് ലിസണിങ്ങിലുള്ളത്. അതായത് ഈ ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രശ്നത്തിലുള്ള സഫറിങ്സ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സഫറിങ്ങിൻ്റെ റൂട്ട് കോസസ് എന്താണ്, ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ്, ഇതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്. അപ്പോൾ ഇതിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു കോംപ്രഹെൻസീവ് ലിസണിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഹൈലി സ്കില്ല് വേണ്ട ഒരു മേഖലയാണ്. സാധാരണക്കാർ, അതായത് ഒരു നോൺ പ്രൊഫഷണൽ കൗൺസിലിംഗ്, മേ ബി ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിൽ നിന്ന് ഒരു ഹെൽപ്പ് എടുക്കുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ സ്കില്ലിൻ്റെ അഭാവം മൂലം, അതായത് ഒരു കോംപ്രഹെൻസീവ് ലിസണിങ്ങിൻ്റെ അഭാവം മൂലം. കാരണം വളരെ പേഷ്യൻസ് വേണ്ട, വളരെ ക്ഷമ വേണ്ട ഒരു സ്കില്ലാണ് കോംപ്രഹെൻസീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ. വളരെ ട്രെയിനിങ്ങിലൂടെ പേഷ്യൻ്റായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ്. അപ്പോൾ ഈ സ്കില്ലില്ലാത്തത് കൊണ്ട് തന്നെ ആ പേഷ്യൻ്റായിട്ട് കാര്യങ്ങൾ കേട്ട് വളരെ ഡീപ്പായിട്ട് ആ ഡാറ്റ എല്ലാം കളക്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ, ഒരു റിയാലിറ്റി എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഒരു നോൺ പ്രൊഫഷണൽ സെറ്റിങ്ങിൽ ചെയ്യുന്ന അബദ്ധം എന്ന് വെച്ചാൽ മീൻസ് ഈ ഒരു ഡാറ്റ കളക്ഷൻ അവിടെ നടക്കുന്നില്ല, റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു പ്രശ്നമായിട്ട് ബന്ധമില്ലാത്ത, അതായത് ഇതിനൊരിക്കലും ഒരു സൊല്യൂഷൻ ആവാത്ത തരത്തിലുള്ള ഒരുപാട് അഡ്വൈസുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത് നോക്കുക, അയാളൊന്ന് വഴക്ക് പറഞ്ഞ് നോക്കുക, കുറ്റപ്പെടുത്തി നോക്കുക, അതല്ലെങ്കിൽ അസംഷൻസ്, ഊഹാപോഹങ്ങൾ വെച്ച് എന്തെങ്കിലും സംസാരിച്ച് നോക്കുക. അതായത് കാർഡടച്ച് വെടിവെക്കുന്നതെന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഡിസ്ട്രസ്സിലായിരിക്കുന്ന, അതായത് വിഷമത്തിലായിരിക്കുന്ന വ്യക്തിയുടെ വിഷമത്തിൻ്റെ അളവ് കൂട്ടുക എന്നല്ലാതെ യാതൊരു സൊല്യൂഷനും ഇതുകൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ കൗൺസിലിങ്ങിന് ഏറ്റവും വേണ്ട സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലിസണിങ് സ്കിൽസാണ്. അതിൽ എംപത്തറ്റിക് ലിസണിങ്, ആക്റ്റീവ് ലിസണിങ്, കോംപ്രഹെൻസീവ് ലിസണിങ്, റിഫ്ലക്റ്റീവ് ലിസണിങ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്കില്ലില്ലാത്ത ആളുകൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴേക്കും പറ്റുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ മിസ്റ്റേക്കാണ് ആ ഡിസ്ട്രസ്സിൻ്റെ അളവ് കുറക്കുന്നതിന് പകരം ഡിസ്ട്രസ്സിൻ്റെ അളവ് കൂട്ടുകയും യാതൊരു സൊല്യൂഷൻ അതിൽ നിന്ന് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നത്. താങ്ക് യു.